ഈശ്വരൻ സ്വർഗത്തിലാണ് ഉള്ളത്, അതായത് ആകാശത്ത്. എല്ലാവർക്കും അറിയാം ഈശ്വരൻ ആകാശത്താണ് ഉള്ളത്. ഞാൻ ദൈവം ആകാശത്താന്ന് പറയുന്നില്ല, അത് വേറെ കാരണമുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ ഈശ്വരൻ അതായത് ചൈതന്യം ആകാശത്താണ് ഉള്ളത്. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്ന ആകാശത്താണ് ഈശ്വരൻ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാ സൃഷ്ടികളും ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്ന് ആകാശമാണ്. അപ്പോൾ ഈശ്വരൻ അങ്ങ് മേലെ ആകാശത്തുണ്ട് എന്നാണ് എല്ലാവരുടെയും വിചാരം. അതായത് സ്വർഗം മേലെയാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആളുകൾ അവരിലെ ഭൂമി, അഗ്നി, ജലം, ആകാശം, പിന്നെ വായു, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അതിൽ ആകാശവും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈശ്വരന്റെ ചൈതന്യം ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിലും ഈ ആകാശം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് എത്താം. കാരണം ഈശ്വരൻ ആകാശത്തിലാണല്ലോ ഉള്ളത്. ഇപ്പൊ നമുക്ക് ഈശ്വരനെ വിചാരിച്ചാൽ മതി. നമ്മളുടെ ബോധ മനസ്സ് ഈ ഈ ഈ നമ്മുടെ മനസ്സിൽ ഈശ്വരനിൽ തന്നെ, മനസ്സിലുള്ള ഈശ്വരനിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് ചേരുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് എത്തും. അങ്ങനെ ഈശ്വരനിലേക്ക് എത്തുക, അതായത് സ്വർഗത്തിലേക്ക് എത്തുക. മരിച്ചിട്ടല്ല.